ഇന്ന് ലോകത്തെ എക്സ് മുസ്ലിമീങ്ങൾ കുറേ ഉണ്ട്. ഓലൊക്കെ ഭയങ്കര വായനക്കാരായിരുന്നു. മലയാളക്കരയിൽ എക്സ് മുസ്ലിമീങ്ങളായ മുഴുവൻ ചെറുപ്പക്കാരും വായിച്ചിട്ടായതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള ചെറുപ്പക്കാരായിട്ട് പങ്കുവെക്കുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ നന്നായി വായിക്കുന്ന ആളായിരുന്നു. ലിയാഖത്ത് അലി വായിക്കുന്ന ആളായിരുന്നു. ജബ്ബാർ മാഷ് വായിച്ചിട്ട് വായിച്ചതാണ്. അയാൾ വായിക്കാതെ വായിച്ചല്ല, വായിച്ചിട്ട് വായിച്ചതാണ്. ആളെന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുർആൻ ഇങ്ങനെ വായിച്ച് രാത്രി ഉറങ്ങാതെ വായിച്ച് അവസാനം ഖുർആനിലെ ചില ആയത്ത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചിരിച്ചു. എൻ്റെ ചിരിൻ്റെ ശബ്ദം കേട്ടിട്ട് വാപ്പ ഉണർന്നു. ആ പുസ്തകം എൻ്റെ അടുത്ത് വാങ്ങി വെച്ചിട്ട് വായിക്കണ്ടെന്ന് പറഞ്ഞു. ആളെന്നെ പ്രസംഗിച്ചതാണ്. വായിച്ചുകൊണ്ട് രക്ഷപ്പെടൂല. ഗുരുമുഖം എന്നുള്ളൊരു സംഗതിയുണ്ട്, അതില്ലെങ്കിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ അവിടെ വെച്ചുകൊണ്ട് പരിതപിക്കുന്ന എന്താണ്? ലോ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർന. ലോ കുന്നാ നഖറഉ എന്നല്ല, ലോ കുന്നാ നസ്മഉ, ഞങ്ങൾ മഹാന്മാരിൽ നിന്ന് കേട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്നതിൻ്റെ അർത്ഥം. വായിച്ച് പഠിക്കലല്ല പ്രധാനം, കേട്ട് പഠിക്കലാണ്. ഇനി ഒരു മഹാന്റെ മുമ്പിൽ ഒന്നും പഠിക്കണ്ട, പോയി ഇരുന്നാൽ തന്നെ രക്ഷപ്പെടും. ഞാൻ കേട്ടിട്ടുണ്ട് മഹാന CM വലിയുള്ളായി അവരുടെ സാലിക്കായി വരുന്ന ആദ്യാവസ്ഥയിൽ ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അബൂബക്കർ മുസ്ലിയാർ ഒന്നും കണ്ടു മുണ്ടൂല, CM ഒന്നും അങ്ങോട്ട് മുണ്ടൂല, നേരെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. കുറേ കഴിഞ്ഞാൽ ആലുവായി പറയാലോ, ഇനിയിപ്പോൾ നാളെ പോരെ എന്നൊക്കെ ഉള്ള അയക്കണമെന്ന്. എന്താപ്പാ ആയത്? ഒരു കിതാബ് മുമ്പിലില്ല, ഒരു ഇബാറത്ത് വായിച്ചിട്ടില്ല, ഒരു ലമീറിട്ട് മടക്കിയിട്ടില്ല. കുറേ നേരം ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആലുവായി അറിയാം ഇന്നത്തെ കഴിഞ്ഞ് നാളെ പോരെന്ന്. അങ്ങനെ ഒരു ഇന്ധനം നിറക്കലുണ്ട്. എന്നോട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എപ്പോഴും പറയും, മോനെ ശംസുലമ്മക്ക് ഓതി കിട്ടിയത് മാത്രമല്ല ഊതി കിട്ടിയതുണ്ട്. ഊതി കിട്ടുക, അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഊതി കിട്ടുക. അത് എല്ലാവരും ഊതിയാൽ പറ്റൂല. ഇപ്പം ഞാനൊക്കെ ഊതിയാൽ പെരുമ്പാൻ പൂതണമായിരിക്കും. ഊതേണ്ടപ്പോൾ ഊതേണ്ടവർക്ക് ഊതേണ്ട രൂപത്തിൽ ഊതിയാൽ ക്ലിക്കാവും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. എപ്പോഴും പോയാണ്ട് ഉസ്താദെ ഞാൻ പൂതാൻ വന്നങ്ങോട്ട് ഊതിക്കാളി എന്ന് പറഞ്ഞാലും ഊതി തരൂല. അതിനൊക്കെ നേരം സമയം ഒക്കെ എന്നുള്ളൊരു വിഷയമുണ്ട്. ഗുരുത്തം പൊരുത്തൊക്കെ അങ്ങനെയാണ്. മുത്താലിമ്യങ്ങൾ ഉസ്താദിന് വെച്ചതാ, ഇതവിടെ വെച്ചോളി, കുറച്ച് ഗുരുത്തം കൊണ്ട് തരുന്നാണ് കിട്ടൂല. കൈമടക്ക് കൊടുത്തിട്ട് വാങ്ങാനുള്ളതല്ല ഗുരുത്തം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഉയർച്ചൻ്റെ പിറകിൽ അവരുടെ ഉസ്താദിൻ്റെ ഗുരുത്താണ്, അവരുടെ ഉസ്താദാണ് ഷെയ്ഖുന ഉമർ ഉസ്താദ്. ഇന്നിവിടെ വരുന്നുണ്ട്, എനിക്കും പരിചയമുള്ള ആളാണ്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. എന്നോട് പറയലുണ്ട് നിങ്ങളെ ആൾ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്. ആ ഉസ്താദിൻ്റെ ഗുരുത്താണ് ഈ ഉസ്താദിന്. ലോകത്ത് രക്ഷപ്പെട്ടവരൊന്നും ഗുരുത്തം കൊണ്ടല്ല രക്ഷപ്പെട്ടിട്ടില്ല. താഴ്ന്നവരൊക്കെ ഗുരുത്തക്കേട് കൊണ്ടല്ല താഴ്ന്നിട്ടില്ല. ഇൽമുണ്ടായിട്ട് കാര്യമില്ല. ഉള്ളതുകൊണ്ടൊന്നും ആരും ഉയർന്നിട്ടില്ല. കുമ്പിടേണ്ട അടുത്ത് കുമ്പിടന്നെ വേണം. ആ ഷായർ ഉദയത്തിൻ്റെ പോത്തെന്ന് മാത്രം അർത്ഥം വെക്കല്ല. പോത്ത് ഷായറാണെങ്കിൽ പിന്നെ മനുഷ്യൻ ഷായറാവില്ല. ചില ആൾ പറയാം പോത്തുകളെ കുറിച്ചല്ലേ എന്ന്. അപ്പോൾ പോത്തന്നെ അള്ളാൻ്റെ ചിഹ്നാണെങ്കിൽ പിന്നെ യഥാർത്ഥ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോത്തിനില്ല. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ല. സഫയും മർവയും അള്ളാൻ്റെ ഷായറാണ്. കുന്ന് ബുദ്ധി ഉണ്ടോ കുന്നിന്? ആ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടാണ് എന്ന്. കാരണം എന്താ? അള്ളാന്ന് ബോധമുള്ളൊരു പെണ്ണ് അതിൻ്റെ മേലെ ഇരുന്നെന്നുള്ളതാണ്, വേറൊന്നുമില്ല. അള്ളാന്ന് ബോധമുള്ളൊരു പെണ്ണൊരുത്തി ആ മലൻ്റെ മേലെ കയറി 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതോടുകൂടി അള്ളാൻ്റെ ചിഹ്നായി. സുബ്ഹാനല്ലാഹ്. ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരെ, കാര്യം മനസ്സിലാകാ എന്തിനാ പിന്നേറെ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഉമ്മമാരെ, സഫയും മർവയും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. നിങ്ങളെപ്പോലത്തൊരു പെണ്ണൊരുത്തി 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട കൈക്കുഞ്ഞായ പൊന്നുമോന് വെള്ളം കൊടുക്കാൻ 2 മലക്കെട്ടുകൾക്കിടയിലൂടെ ഓടിയപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹാജർ ബീവി ഓടിയത് സഈന്റെ ഭാഗമായിട്ടല്ല, ഹജ്ജിൻ്റെ ഭാഗമായിട്ടല്ല, ഉംറയുടെ ഭാഗമായിട്ടല്ല, പൊന്നുമോന് ദാഹം തീർക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയാണ്. പക്ഷെ ഓടുന്ന പെണ്ണൊരുത്തിയുടെ ഹൃത്തടത്തിൽ ദൃഢമൂലമായിരുന്നു ഇന്നല്ലാഹ മഈ
ഇന്നല്ലാഹ മഈ, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. അല്ലാഹുവിലുള്ള ചാഞ്ചല്യമില്ലാത്ത ദൃഢരൂഢമൂല, പതറാത്ത ചിതറാത്ത ഇടറാത്ത ഇടനെഞ്ചിലുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഹാജർ ബീവി എങ്കിൽ ഹാജർ ബീവിയെ ഓർത്തുകൊണ്ട് ഇന്നും ലക്ഷങ്ങൾ സഈ നടത്തുകയാണ്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. കേറേണ്ടത് ഇത് ഉള്ളിക്കാണ്ട് കയറിയണ്ടല്ലോ, നമ്മളും കാലഘട്ടത്തിൻ്റെ ഹാജർ ബീവിയാവും. ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല. എന്താ അത് ശരി. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. മൂപ്പരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ, മൂപ്പരെ കുറിച്ചല്ല, മൂപ്പരല്ല കുട്ടിയാണ്. ഞാൻ അപ്പുറത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് റൂമൊക്കാണ്ട് കയറിയതാ. അപ്പോൾ വന്നിട്ട് ഒരാൾ ഭയങ്കര മുട്ടല്, രാത്രി സമയമാണ്, മുട്ടന്നെ. അപ്പം എൻ്റെ മുത്താലിമ്യങ്ങൾ ഞാൻ റൂമിൽ കയറി വാല കുറ്റിട്ടാൽ രാത്രി മുട്ടൂല, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ അതിന് ഒരുങ്ങിയിട്ട് തന്നെ എണീച്ചത്. കൂടെ വന്നവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. കാരണം വാല് കഴിഞ്ഞാണ്ട് എത്തിയാൽ പിന്നാണ്ട് കിടന്നാൽ കടപ്പുറത്ത് തെരണ്ടി വലിച്ചിട്ട മാതിരിയായിരിക്കും. പിന്നെ ഖിയാമത്ത് നടന്നാൽ ഇറ്റിങ്ങൾ അറിയില്ല, ആ ജാതി ഉറക്കാണേ കാരണം. അപ്പോൾ എല്ലാവരും ഉറങ്ങണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഒരുങ്ങിയിട്ട് തന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ 2 കവറും പിടിച്ചിട്ട് ഒരു ചെങ്ങായിണ്ട് പനി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണു എൻ്റെ വാതിലിന് മുമ്പിൽ. ഞാൻ വെച്ചാൽ എന്തേന്ന് വെച്ച്, ഞാൻ ഇസ്ലാമെന്ന് പുറത്ത് പോകണമെന്ന് അറിയുന്നു, നാളെ മുതൽ എൻ്റെ പേര് വിനോദാണെന്ന്. എന്താ സംഗതി എന്ന് പറയാൻ, മറ്റേത് അടിച്ചു വരികയാണ്. ഇതാണ് ഇന്നത്തെ കാലം. കഞ്ചാവ് അടിച്ചു വരികയാണ്. പിറ്റേന്നോ എൻ്റെ അടുത്ത് വന്നു, കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിച്ചു. എൻ്റെ ഹാലപ്പം അത് അങ്ങനെയായിരുന്നു, ഭയങ്കര ഹാലാണിപ്പോൾ. എൻ്റെ ഹാല അങ്ങനെയായിരുന്നു, നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ട്. അത് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല, ഇന്നലെ രാത്രി തന്നെയാണ്. മുണ്ടണ്ട, നിങ്ങൾ ആർക്കും ഇത് 900 പിന്നെ 2000 അല്ലെങ്കിൽ അങ്ങനെ ആവുന്നല്ല. ഇന്നലെ രാത്രി ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ കണ്ട് വരണേൻ്റെ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് കൊന്നു. കുട്ടികളോട് വെച്ച് എനിക്കൊന്ന് ഉസ്താദിനെ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് കൊന്നു. എന്നിട്ട് പുറകെ കരഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടണം, എന്നാലും എൻ്റെ ഹാല അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഹാലെങ്ങനെയാണെങ്കിലും നമ്മളായിട്ട് സോക്കട് ഉണ്ടാക്കിയിട്ട് ഈ വാക്കുകൾ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും. അതാണ് ഞാൻ ആളുകളോട് പറഞ്ഞു, അവനക്ക് ഷാഹത്തേൽ മേലി കൊടുക്കാൻ. അറിയപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. പക്ഷെ ഇന്നത്തെ കാലതാണ്. MDMA എന്നുള്ളൊരു സാധനമുണ്ട്. ഇത് 10 മിനിറ്റ് തൊള്ളയിൽ വെച്ചാൽ അള്ളാഹ് ആരാന്ന് തിരിയില്ല, റസൂൽ ആരാന്ന് മനസ്സിലാവില്ല, ബാപ്പാനെയും തിരിയില്ല, ഉമ്മാനെയും തിരിയില്ല. മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി ഹൗലുങ്കർക്കെന്ന് ഒതു കൊടുക്കുകയാണ്. അപ്പോൾ ഈ MDMA ഒരാൾ MDMA എന്ന് നിങ്ങൾക്ക് അറിയില്ലേ, മൂലേര് ഡി ദാരിമി, അങ്ങനെയല്ലേ, ഞാൻ അങ്ങനെ അർത്ഥം വെക്കണ്ട. പുതിയ ഇറങ്ങിയ ഒരു സൈസ് ലഹരിയാണ്. കൽക്കണ്ടത്തരീൻ്റെ വലിപ്പമുള്ളത്, നമ്മൾ പഞ്ചസാരത്തരീൻ്റെ വലിപ്പമുള്ളൂ. ഇന്ന് കള്ള് കുടിക്കലില്ലല്ലോ, ഉണ്ടോ? കള്ള് കുടിക്കലൊക്കെ കഴിഞ്ഞു. കള്ളുടിയന്മാർ ആടി വരുന്ന കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കല്യാണപ്പരയിൽ വരുമ്പോഴാണ് വരുന്നത്. തിന്ന് പായസം കുടിച്ചിട്ട് നമ്മളടക്കം ആടിയിട്ടായിരുന്നു. ഇപ്പോൾ കുടിയന്മാരൊക്കെ കൂളായിട്ട് ഇരുന്നിട്ട് ചിരിക്കുക, ആചാര്യ അസ്സലാം വലൈക്കും, ഈമാൻ്റെ കാര്യത്തിൽ തോർക്കണം കേട്ടോ, തൊള്ളയിൽ MDMA കയറും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരാ ആടിന്? ആടി വരുന്ന കാലം കഴിഞ്ഞു. പാടി വരുന്ന കാലം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇപ്പം ആടലുമില്ല പാടലുമില്ല. ഇപ്പം MDMA ഒക്കെ തൊള്ളയിൽ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാൽ ഔലിയാക്കൾ ദിക്റിൻ്റെ ഫനായിൽ ലഹരിയായിട്ട് ഇരിക്കും പോലെ തോന്നിപ്പോകും. ഒരു അനക്കുണ്ടാവില്ല. അച്ചടക്കത്തിൽ ഇങ്ങനെ സസിലൊക്കെ വന്നിരിക്കും. 1ാം സഫിൽ തന്നെ ഉണ്ടാവും, തലയിൽ തൊപ്പി ഉണ്ടാവും, പോക്കറ്റിൽ MDMA ഉണ്ടാവും. ഇതാണ് കാലം. അവിടെ നിസ്കാരത്തമ്പുള്ള ആളെ മോന്, ആചാര മോന്, ഇതൊക്കെ അളക്കണ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളി, ഇനി വരുന്ന തലമുറ ഉണ്ടല്ലോ, ബാപ്പാനിമ്മാനെയും തൂക്കി വെക്കും, ബാപ്പാനിമ്മാനെയും തൂക്കി വെക്കും. സ്വന്തം ബാപ്പ കൊലായിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത് നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ബനിയനിട്ടൊരു ചെറുപ്പക്കാരൻ കസേരയിരിക്കുന്ന ബാപ്പാനെ പെരിച്ചായനെ അടിച്ചു കൊല്ലുമ്പോൾ അടിച്ചങ്ങോട്ട് കൊന്നിട്ടു.
യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ മിമ്മാ യറാ മിനൽ മുൻകരി ഫലാ യസ്തതിഉ അൻ യുഗയ്യിറ മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഈ കാലം. ഞാൻ കുറച്ച് ആളുകളെ കാണുന്നിടത്തൊക്കെ ഇത് പല രൂപത്തിലായിട്ട് പറയാറുണ്ട്. അവിടെയാണ് അത്താവുള്ള ഹസനെ നിങ്ങൾ കണ്ടില്ലേ, അതൊരു വാപ്പാൻ്റെ മോനാണ്, ഇതൊരു വാപ്പാൻ്റെ മോനാണ്. ഞാനൊരു ആലിമൊന്നല്ല, ഒരു മുത്താലിമാണ്. പക്ഷെ ഞാൻ ഈ ജുബ്ബൻ്റെ ഉള്ളിൽ കൂടിയത് എൻ്റെ വാപ്പ എന്നോട് വസിയ്യത്ത് ചെയ്താണ്, എന്നെ ഉപദേശിച്ചതാണ്. എൻ്റെ വാപ്പ ഈ ദുൽഹജ്ജ് മാസത്തിലാണ് വഫാത്താത്. 30 വർഷമായി. ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന വാപ്പ പറയുന്നത് ഇൽമിൻ്റെ മഹത്തായിരിക്കും. ഞാൻ SLCക്ക് പഠിക്കുന്ന സമയത്ത് വാപ്പ എന്നോട് പറഞ്ഞത്, ഖബറിങ്ങൾ വാപ്പ മരിച്ചാൽ മോൻ വന്ന് ദോർക്കേണ്ടത് എന്താണെന്നാണ് ഫിസിക്സിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ജുബ്ബ ഞാൻ ഇടാൻ കാരണം. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് എന്താണ് ബാക്കി വെച്ചത് എന്ന് ഈ സാഹസിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണം. അവിടെയാണ് ബാപ്പുസ്ലിയരുടെ മുരീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നരകത്തെക്കുറിച്ചുള്ള ആയത്ത് തലക്കടിച്ചു കയറി, കൽബ് കരിഞ്ഞു, തളർന്നു, കരയാൻ തുടങ്ങി ബാപ്പുലിയരെ മുരീദ്. വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. വീട്ടുകാർക്ക് എന്താണ് മനസ്സിലായില്ല. ആയത്ത് കണ്ടതാണ്. അല്ലാ അല്ലാ, അന്നമില്ലാത്ത വെള്ളമില്ലാത്ത കരച്ചിലാണ്. ആളുകൾ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ബാപ്പുലേരെ സാസാണല്ലോ. അപ്പോൾ 1-2 ആളുകൾ അറിഞ്ഞു, ഷെയ്ഖുന ബാപ്പുസ്താദിൻ്റെ ശിഷ്യനല്ലേ, നമ്മൾ അവിടെ കൊണ്ടുപോവാം. അങ്ങനെ പറയണ വാപ്പാരും ഉമ്മാരും കാരണന്മാരും പഴമക്കരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒലപ്പുള്ള ഗുളിക കണ്ട് കിട്ടിയാൽ ഭയങ്കര രസമാണ്. എന്നിട്ട് ആർക്കെങ്കിലും സോക്കട് മാറുണ്ടോ? ഡോക്ടർമാരെന്നെ എഴുതി കൊടുക്കും. പറലെന്താ, 4 ദിവസം കഴിച്ചിട്ട് 5-ാം ദിവസം വിവരം പറയുന്നത്. കാരണം എന്താ നടക്കുന്ന ആ സാധുവിന് ഒരു പിടുത്തമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 4 ദിവസം കഴിക്കുക, 5-ാം ദിവസം വിവരം പറയാന്ന്. കാരണം മൂപ്പർക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് എന്താ മൂപ്പര് നമ്മളെ വെച്ചിട്ട് പരിശോധിക്കുകയാണ്, അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന്. 5-ാം ദിവസം മരിച്ചു പോയാൽ പറയും, കഴിയുന്നത് നോക്കി പിന്നെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് പറയും. യഥാർത്ഥ മരുന്നുണ്ട്. മറ്റ് മരുന്നുകളൊന്നും തള്ളണമെന്നോ അതിനൊന്നും ആക്ഷേപിക്കണമെന്നല്ല. പക്ഷെ മർമ്മം നമ്മൾ മറക്കരുത്. ഇതിൻ്റെ മേലൊന്നും ലോകത്ത് മരുന്നില്ല. ഇതൊക്കെയാണ് വലിയ മരുന്ന്. ബാപ്പുലേരെ അടുത്തേക്ക് എല്ലാവരും കൂടി കൊണ്ടുപോയി. ബാപ്പുലേരെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ബാപ്പുലേരെ ഇങ്ങനെ കൊലായ്മൽ വിശറിപ്പാളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി. ഈ മഹാനായ മുരീദ് ഇറങ്ങണില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ. ബാപ്പുലേര് കൊലായ്മെന്ന് പറഞ്ഞു, ഇറങ്ങിയാറ് ഓൽക്കറിയാലോ, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറങ്ങി ബർച്ച് ഇങ്ങനെ ഒന്നു പൊരി കയറാതെ. ബാപ്പുലേരിങ്ങനെ നോക്കി ശിഷ്യനെ. കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചോ, ജയിൽ പോകില്ലാറ്. ജയിൽ പോകില്ലാന്ന് പറഞ്ഞാൽ അയില നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം എന്തിനാ ഇപ്പം ഈ കരച്ചിൽ തുടങ്ങിയത്? അത് മറന്നിക്കണേ പിന്നെ ഇപ്പം ഏക്ക് പോവാനാ? എന്തിനാ ഇപ്പം ഈ കരച്ചിൽ തുടങ്ങിയത്? അത് മറന്നോ? എന്തിനാ? നരകം ഓർത്ത് പേടിച്ചിട്ടാണ് ഈ കരഞ്ഞത്. അപ്പം ഇജ്ജ് അതിൽ പോകില്ലാന്ന് പറയാൻ കാരണം നരകത്ത് പോകില്ല എന്നാണ് ഈ പറയുന്നത്. അത് കൽബൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ബാപ്പുലേർക്ക് മനസ്സിലായി. അതാണ് തർബിയത്ത്. ആ വാപ്പുസ്താദ് എങ്ങനെയാ പറഞ്ഞത്? അത് ഹദീസും ആയത്തൊക്കെ ഉണ്ട്. ലാ യലിജുന്നാറ മൻ ബക്കാ മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാനെ പേടിച്ച് കരഞ്ഞവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ പ്രവേശിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. കുവൈത്തിൽ ഒരു വലിയ സ്ഥാപനത്തിന് തീപിടിച്ച സമയത്ത് 49 ആളുകൾ കരിഞ്ഞു മരിച്ചപ്പോൾ അതിൽ 10-ലേറെ മലയാളികൾ ഉണ്ടായപ്പോൾ അല്ലാ തീ കൊണ്ടിട്ടല്ല, തീ സ്പർശിച്ചിട്ടല്ല, തീ നക്കിയെടുത്തിട്ടല്ല പലരും മരിച്ചത്. ഭൂരിഭാഗം ആളുകൾ മരിച്ചപ്പോൾ ശരീരത്തിൽ പൊള്ളലില്ല, കരിയലില്ല, മുറിയില്ല, വേദനയില്ല.
അതാ തൊലി കരിഞ്ഞിട്ടില്ല. പല ആളുകളും മരിച്ചു നോക്കുമ്പോൾ മരിച്ചത് തീഗോളം ഉയർന്ന സമയത്ത് അതിൽ നിന്ന് പൊന്തി വന്ന അതാ കട്ടകട്ടയായിട്ടുള്ള പുക ശ്വസിച്ചാണ് മരിച്ചതെങ്കിലോ തീ തട്ടാതെ തീയിൽ നിന്ന് ഉയരുന്ന പുക ശ്വസിച്ചപ്പോഴേക്ക് എത്രയോ ആളുകൾ ചെറുപ്പക്കാർ പോലും മരിച്ചു വീണുവെങ്കിലോ അത് ദുനിയാവിലെ തീയാണെങ്കിൽ എന്നെ കേട്ട ഉമ്മ, എന്നെ കേട്ട പെങ്ങളെ, നരകത്തിന്റെ തീ ദുനിയാവിന്റെ തീയല്ല. ഊഖിദ അലൈഹാ അൽഫസന حتى حمرت ثم وقد عليها ألف سنة حتى بيضت ثم وقد عليها ألف سنة حتى اسودت فهي سوداء مظلمة. 1000 കൊല്ലമാണ് പടച്ചവനതൊന്ന് ചൂടാവാൻ വേണ്ടി കത്തിച്ചത്. അപ്പോൾ അത് ചുവന്ന് തുടിക്കുകയാണ്. ആ ചുവന്ന് തുടിച്ചതാണ് കുവൈറ്റില് തീജ്വാല ഉയരുന്ന സമയത്ത് വീഡിയോയിലൂടെ നമ്മുടെ കണ്ടത്. ചുവന്ന തീയാണ്. ചിലപ്പോൾ ചില മലകളൊക്കെ തീജ്വാല കൊണ്ട് പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് തീ ഉയരുന്നത് കാണോ, അത് ചുവന്ന തീയാണ്. നമ്മൾ അതാ കല്യാണത്തിന് ബിരിയാണിക്ക് അടുപ്പ് കൂട്ടുന്ന സമയത്ത് അതാ ചകിരിയിൽ നിന്ന് വിറകിൽ നിന്ന് ഉയരുന്ന തീജ്വാലയുടെ കളറ് ചുവപ്പാണ്. എന്നാൽ കേട്ടോളൂ, പിന്നെയും അല്ലാഹു 1000 കൊല്ലമായി കത്തിച്ചപ്പോൾ അത് വെളുത്തു തുടിക്കുകയാണ്. അങ്ങനെയും തീയിനൊരു കളറുണ്ട്. അത് ചുവന്നതിൻ്റെ അപ്പുറം പിന്നെയും ചൂടാകുമ്പോഴുണ്ടാകുന്ന കളറാണ്. എന്നാൽ ഈ 2 കളറും ഒരു പക്ഷേ ദുന്യാവിൽ കണ്ടോ, ഇതിൻ്റെ കളർ ഒരു വെള്ളയോട് സാമ്യമുള്ളതാണ്. അത് വോൾട്ടേജ് കുറഞ്ഞാൽ ചുവപ്പായി മാറുന്നതാണ്. എന്നാൽ ഇനി ഇത് വേറൊരു കളറായി മാറാനുണ്ട്. അത് കറുകറുത്ത ഇരുണ്ട കളറാണ്. അത് ദുനിയാവിൽ കാണൂല. അത് നരകത്തിന്റെ കളറ് മാത്രമാണ്. നരകത്തിന് ഇപ്പോൾ തന്നെ ആ കളറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞെങ്കിൽ ശൈഖുനാ ബാപ്പു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യന് സൂറത്തുൽ കാഫിലെ നരകത്തിന്റെ തീജ്വാലയെ വരച്ചു കാണിക്കുന്ന ആയത്ത് കേട്ട സമയത്ത് തലക്കടിച്ചുകൊണ്ട് ബാലൻസ് പോയി കൊച്ചുകുട്ടിയെ പോലെ എങ്ങലടിച്ച് കരഞ്ഞത് നാളത്തെ ജ്വാലയെ പേടിച്ചുകൊണ്ടാണ്. ഉമ്മ, ഇന്നെനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ നോക്കി വളർത്തിയിട്ടുള്ള പ്രിയപ്പെട്ടൊരു പെങ്ങള് വിളിച്ചിരുന്നു. നരകം പേടിച്ചിട്ട് കരഞ്ഞ് വിളിക്കുകയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. ഇതൊക്കെ പഴയ കാലത്തെ ഈ സമയത്തൊക്കെ വീടുകളിൽ മുഴങ്ങിയിരുന്ന പൈസകളാണ് ഇതൊക്കെ. അന്നതായിരുന്നു ഹദ്ദാദ്, ഖുർആന്, തസ്ബീഹ് മാല, ബുർദ, നാരിയത്ത് സലാത്ത്, അതായിരുന്നു. ഇന്ന് സീരിയല്, സിനിമ, കോമഡി, കാർട്ടൂണ്, ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ. മുമ്പൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല, ഞാനിട്ട് ഉസ്താമാരുടെ അടുത്തേക്ക് മന്ത്രിക്കാൻ വന്നിരുന്നു. ഇപ്പോൾ വരവില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല, ഞാനിട്ട് ഇപ്പോൾ ഒരു ഉസ്താമാരുടെ അടുത്തേക്കും വരില്ല. കാരണം കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ അറിയില്ല. കാരണം ഈ സാധനം കണ്ട് തുറന്നു നോക്കും, എന്നിട്ട് കുട്ടിക്ക് കണ്ട് കാണിച്ചു കൊടുക്കും കാർട്ടൂൺ. അപ്പോൾ കുട്ടിക്ക് ചവക്കില്ല, രുചി അറിയില്ല, കുട്ടി അങ്ങനെ മുണുങ്ങുന്നുണ്ടാവും. ഇപ്പം ഭക്ഷണം കൂടി കഴിച്ചിട്ട് സോക്കഡായിട്ടാണ് ഇപ്പോൾ ചെറുഡേറ്റ് വരുന്നത്. മുമ്പ് ഭക്ഷണം കഴിക്കാറ്റായിരുന്നു ചെറുഡേറ്റ് വന്നിരുന്നത്. ഇപ്പോൾ പറയണ ഉസ്താദെ കുട്ടീൻ്റെ പള്ളൊക്കെ കൂടി ബലൂണുമാരും കണ്ട് വീർത്തുക്കണ്. കാരണം എന്താരോ, കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ട് ഒന്നായിട്ട് അമുക്കിയതാണ്. കുട്ടികൾക്ക് തുടങ്ങിയതും അറിയണില്ല, തിന്നണതും അറിയണില്ല. ശ്രദ്ധ മൊത്തം തീക്കാണ്. കുടുംബത്തെ മുഴുവനും ഈ സാധനം കീഴ്പ്പെടുത്തിയില്ലേ, മുഴുവനും കീഴ്പ്പെടുത്തി. പ്രായമുള്ള തന്താരും തള്ളാരും പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒമാനിലേക്ക് പഠിത്തൊരു പ്രസംഗത്തിന് പോവാണ്. അപ്പോൾ ഒമാൻ എയർപോർട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 75-80 വയസ്സായിട്ടുള്ള ഒരു അറബി പ്രായമുള്ള ഒരാളാണ്. വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയ കാരണത്താൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ആ സമയത്ത് തൊള്ളയിൽ പല്ലില്ലാത്ത ഈ മനുഷ്യന് വലത്തേക്കും നോക്കിയിട്ടില്ല, ഇടത്തേക്കും നോക്കിയിട്ടില്ല, മുമ്പൊക്കെ നോക്കിയിട്ടില്ല, മേപ്പട്ട് ഈ സാധനം വരണുണ്ടോയെന്ന് നോക്കണില്ല. ഇയാളെ നോട്ടം മൊത്തം ഈ മൊബൈൽ കാണും. ഇതിക്ക് ഇങ്ങനെ ആഞ്ഞ് തുറിച്ച് നോക്കുകയാണ്. പ്രായമുള്ള മനുഷ്യന് എന്താ അവസ്ഥ? ഭാര്യയും ഭർത്താവ് ഒറ്റ റൂമിൽ, ഒറ്റ ബെഡിൽ, രണ്ടാളെ ചവിട്ടിൽ ഇയർഫോണാണ്. രണ്ടാളെ ചവിട്ടിലും ശരീരം മുഴുവനും വയറിങ് ചെയ്തിക്കണം. രണ്ടാളും ആണ്ടോണം മുണ്ടണില്ല. എത്ര തൊലാക്കാണ് അതുകൊണ്ട് സംഭവിക്കണമെന്ന് അറിയോ? എത്ര തൊലാക്കാണ് സംഭവിക്കുന്നത്? ഇപ്പം അടുത്ത് ഞാൻ കേട്ടു, ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, ഒപ്പം കിടക്കണ ഭാര്യ അയച്ചാൽ കുറച്ചാണ്ട് നീങ്ങി കിടക്കുന്നുണ്ട്, ചൂടെടുക്കുന്നുണ്ട് എന്ന്. രണ്ടാളും ഒരേ ബെഡിലാണ്. അപ്പോൾ കുറച്ച് നീങ്ങി കിടക്കുന്ന പറയല്ല, പറയുമ്പോഴേക്ക് ഈ കാഴ്ച മുടങ്ങും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മെസ്സേജ് വിടുകയാണ്, നീങ്ങി കിടക്കാൻ മനസ്സിലാ ചൂടെടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിന് പോലും ആശയവിനിമയത്തിന് പോലും ഇന്ന് അവസരമില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മദ്രസയിട്ട് ബന്ധമില്ല. അപ്പം മദ്രസാണ്ട് തുടങ്ങിയാൽ മദ്രസ ഒക്കെ ഒരു KSRTC ബസ് മാതിരിയാണ്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ 150 കുട്ടികൾ, പിന്നെ ഓരോ ക്ലാസ് ഓരോ സ്റ്റോപ്പാണ്. 10-ാം ക്ലാസ് ബസ് സ്റ്റാൻഡാണ്. 10-ാം ക്ലാസ് ആണ്ട് എത്തിയാൽ പിന്നെ ഒക്കെ കൂടെ ആണ്ട് ഇറങ്ങി പോകണം. പിന്നെ 10-ാം ക്ലാസ്സിലുണ്ടാവും ഒരു 3 എണ്ണം, +1 ഒരു 3 എണ്ണം ഉണ്ടാവും. അതാരാന്നറിയോ? SLCയിൽ തോറ്റ, ഒന്നിനും പറ്റാത്ത പൊട്ടന്മാർ. അവരൊക്കെ കൊണ്ടുപോയിട്ട് +1 ഇരുത്തും. എന്നിട്ട് ഈ ഉസ്താദ് പറഞ്ഞ ഓൽക്കും തിരിയില്ല, ഓല് പറഞ്ഞ ഉസ്താദിനും തിരിയില്ല. എന്നാൽ നമ്മൾ ഈ ഖുർആൻ വെക്കുമ്പോൾ മേലെയാണ് വെക്കുക. ഖുർആൻ വെക്കുമ്പോൾ മേലെ വെക്കും, സ്കൂളത്തെ പുസ്തകങ്ങളൊക്കെ താഴെ വെക്കും. കാരണം എന്താ? ഖുർആൻ്റെ മേലെ വെക്കാൻ ലോകത്തൊരു പുസ്തകമില്ല എന്നല്ല പറയണത്. ഇതെന്താ നിങ്ങൾ വിദ്യാഭ്യാസത്തെ കൊടുക്കാത്തത്? വിദ്യാഭ്യാസം വരുമ്പോൾ ഖുർആൻ അടിയിൽ, ടെക്സ്റ്റ് പുസ്തകങ്ങൾ മേലെ. നമ്മളിത് സാധനം വെക്കുമ്പോൾ സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ അടിയിൽ, ഖുർആൻ മേലെയും. അങ്ങനെയാണ് വെക്കുക. കാരണം എന്താ? ഖുർആൻ്റെ മേലെ വെക്കുക ഒന്നും ദുനിയാവിലില്ല. അത് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴോ ഖുർആൻ അടിയിൽ. ആ സ്ഥാനമല്ലേ നമ്മൾ കൊടുക്കണുള്ളൂ. ഒരു നാട്ടിൽ +2 വരെ മദ്രസ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളെ +2 വരെ പഠിപ്പിക്കണില്ല? മാതാപിതാക്കൾക്ക് അത്ര മതി. അവിടെയാണ് കാലഘട്ടത്തിന്റെ വിചിത്രമായ ഭീകരമായ ചില റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം മഹാനായ ആരിഫ് ബില്ലാഹ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പ്രാരംഭം കുറിച്ച പരിശുദ്ധമായ സംരംഭത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലഘട്ടം തേടുന്ന മൂല്യവത്തായ ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് പ്രഭാഷകന്റെ വൈയക്തിക ബാധ്യതയാണ്. എന്റെ കടമ ഞാൻ തീർക്കുകയാണ്. ദിക്റിന്റെ ഫിക്റിന്റെ സാസാണം. അവരൊക്കെ സാബിഖീങ്ങളാണ്. സാബിഖീങ്ങൾ ഉലായിക്കൽ മുഖറബൂൻ. ഉലായിക്കൽ മുത്തഖരിബൂൻ അല്ല, അള്ളാഹിലേക്ക് അടുത്തവർ എന്നുള്ളതിന് മുത്തഖരിബ് എന്ന് പറഞ്ഞാൽ മതി. മുഖറബൂൻ, മുഖറബിനൊരു മുഖരീബ് ഉണ്ടാവണം, അത് അള്ളാഹുവാണ്. അപ്പം അമൽ ചെയ്തുകൊണ്ട് മാത്രം അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയില്ല. അള്ളാഹ് അടുപ്പിക്കണം. സ്വന്തത്തിൽ ആർക്കും അടുക്കാൻ കഴിയില്ല. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മുഖറബായിരുന്നു. അവരുടെ മുഖരിബാണ് അള്ളാഹു ജല്ല ജലാലു. അവർ ചെയ്ത അമലൊക്കെ ക്ലിക്കായി, അതിൻ്റെ ആധാറ് വെളിവായി. ഇതൊക്കെ ചാപ്പനങ്ങാടി ശൈഖുനാന്റെ ആധാറാണ്. അവിടെ പറഞ്ഞു. എന്താ കിതാബി മുബീൻ എന്ന് പറയാൻ അള്ളാഹ്ക്ക് അറിയാത്തോണ്ടാ? ഇമാമി മുബീൻ. അതിൻ്റെ തഫ്സീറിൽ ചില ഔലിയാക്കളെ തഫ്സീറിൽ ഇശാരത്ത് കാണാം. മഹാന്മാരൊക്കെ ഉണ്ടാക്കി വെച്ച അമലുകളും അതിൻ്റെ അലയൊലിയും അത് പിന്നീട് പരിരക്ഷിക്കാൻ വലിയ വലിയ ഇമാമിങ്ങൾ അള്ളാഹു തആല തരുന്നതാണ്. അള്ളാഹിനെ പേടിയുള്ള ഇമാമിങ്ങൾ. അങ്ങനത്തെ ഇമാമിങ്ങളുണ്ട്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള മഹാന്മാരെ തുടങ്ങി വെച്ച സംരംഭങ്ങളെ പരിരക്ഷിക്കാൻ മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളെ പടച്ചവൻ നിലനിർത്തുമേ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. വഅദനില്ലാഹു
അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70 അൽഫൻ വമഅ കുല്ലി അൽഫിൻ 70 അൽഫാ. എൻ്റെ ഉമ്മത്തിലെ 70,000 ആളുകളെ ഒരു ഹിസാബില്ലാതെ സ്വർഗത്ത് കടത്താന്ന് അള്ളാഹു എന്നോട് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ 70,000-ത്തിലൊന്നും ഇപ്പോൾ നമ്മൾ പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനാത്രം വലിയ മഹാന്മാരുണ്ട്. ആ 70,000-ത്തിൻ്റെ തലപ്പത്ത് ഈ ഉമ്മത്തിൽ 2 ആളുകളുണ്ട്. ഒന്ന് മഹാനരായ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ അൽ തഹഖീഖ് അൽ മുലഖബി ബിൽ അതീഖ് ഖാതിൽ സിന്ദീഖ് അബീബക്കറിൻ സിദ്ദീഖ്. അതാണ് 70,000-ത്തിൽ ഈ ഉമ്മത്തിന്റെ തലപ്പത്തുള്ള ക്യാപ്റ്റൻ. മറ്റൊരാള് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. കിസ്റാഹിറക്കും കൈസറും പണിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടങ്ങിട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. അവര് 2 ആളും ഈ ഉമ്മത്തിലെ കുറേ ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്ത് കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിന് നല്ല 1-2 മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. ഹിസാബില്ലാതെ പോകാൻ കഴിയും. രാത്രി എണീറ്റിട്ട് സുബഹിക്ക് മുന്നാണ് അത്താഴത്തിന് എണീക്കണില്ലേ? ആരെങ്കിലും കഴിഞ്ഞ റമദാൻ എണീക്കാതിരുന്ന് നിൽക്കണോ? എന്താ എണീക്കണ്? അത് പള്ളേക്കുള്ള കാര്യമാണ്. അതാണ് അത് പള്ളേക്കുള്ളതാണ്. ഇപ്പോൾ രാത്രി 3 മണിക്ക് പറമ്പച്ചോടെ നടക്കും, 1.5 ലക്ഷം റുപ്യ ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് 1 മണിക്ക് കിടന്നാലും 2 മണിക്ക് എണീക്കൂലേ? അലാറം വെക്കണ്ട. ഇവിടുന്ന് ഒരു അലാറം കെട്ട് വരും, പറഞ്ഞിട്ട് പുറത്തുനിന്ന് അലാറം വെക്കണ്ട. കാരണം എന്താ? അത് സംഗതി ഇതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നീക്കും സുഹൃത്തെ. ഞാൻ ഉറങ്ങിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്താ അറിയോ? ഉറങ്ങിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങിപ്പെടൂല ദുനിയാവ് മുമ്പിലുണ്ടെങ്കിൽ. ഒരിക്കലും ഉറങ്ങിപ്പെടൂല. ആരും ഉറങ്ങിപ്പെടുന്നു. ഇപ്പം ഈ സദസ്സിൽ തന്നെ ഇതാണ്ട് കഴിഞ്ഞാൽ പോണ ആൾക്കാർക്കൊക്കെ 5,000 രൂപൻ്റെ കവറ് തരും, അല്ലെങ്കിൽ വേണ്ട ഒരു 2,000 റുപ്യൻ്റെ കവറ് തരും എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി ഉറങ്ങിയവർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ആരും ഉറങ്ങണമെന്നില്ല. എന്നാലും ഒരാൾ ഉറങ്ങുന്നുണ്ട്. ആളെയായിട്ട് പറയില്ല, ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഒരു പാസ്സാക്കൽ വന്ന് എല്ലാവർക്കും 2,000 റുപ്യ, ഉറങ്ങിയവർക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 3 മണി വരെ പ്രസംഗിച്ചാൽ നിങ്ങൾ ഉറങ്ങൂല. നിങ്ങളെ കണ്ണിൻ്റെ മുഖത്തുനിന്ന് എടുക്കൂല. കാരണം മനസ്സ് മുഴുവൻ ആ 2,000 മക്കാണ്. സംഗതി എന്താ പറയുക? നിങ്ങൾ ആർക്കും മനസ്സിലാവും സൈക്കോളജി പഠിച്ചാൽ. ഇതൊന്നും ഉള്ളിലേക്ക് കണ്ട് കയറി കിട്ടണില്ല. നമ്മളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ഒറ്റ വ്യത്യാസമുള്ളൂ. ഞാനും ചാപ്പനങ്ങാടി ബാപ്പുല്ലേരും ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താ അറിയോ? ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെ അവരെ കൽബിലുണ്ടായിരുന്നു, തലയിലുണ്ടായിരുന്നു. എൻ്റെ അണ്ണാക്കിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് പോരുന്നുള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാനിട്ട ഈ ജുബ്ബ ചാപ്പനങ്ങാടി ബാപ്പുല്ലേരും ഇട്ടിട്ടില്ല. കാരണം അന്ന് ഇങ്ങനത്തെ ശീലമില്ല. ഞാൻ ഈ കുത്തിയ പേന ചാപ്പനങ്ങാടി ബാപ്പുല്ലേടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഇങ്ങനത്തെ പേനയില്ല. ഞാൻ വന്ന വണ്ടി ചാപ്പനങ്ങാടി ബാപ്പുല്ലേരെ കയറിയിട്ടില്ല. കാരണം അന്ന് അങ്ങനത്തെ വണ്ടി ഇല്ല. പിന്നെന്താ നമ്മൾ തമ്മിൽ വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമുണ്ട്. അത് ഹൈറ്റിലും വെയിറ്റിലൊന്നുമല്ല. നമ്മളീ പറയുന്ന ആയത്തും ഹദീസും അതിൻ്റെ മീനിങ്സൊക്കെ അവർ വിഷയമായിരുന്നു, മേറ്ററല്ല, അവരനുഭവമായിരുന്നു. നമുക്കത് അതര വ്യായാമമായി നാവിൻ്റെ തൽപ്പിന്ന് ഉതിർന്ന് വീഴുന്ന, വായിൽ വെള്ളം കുപ്പിളിക്കുന്ന പോലെ കുപ്പിളിച്ചിടുന്ന അക്ഷരങ്ങളായി മാറി. അതാണ്. അവരങ്ങനെയല്ല. അവർ വാളുവരുണ്ട്. അവർ സാസിലിരുന്നിട്ടൊന്ന് നോക്കിയാൽ ജനങ്ങൾ നന്നാവും. ഔലിയാക്കൾ എന്തിനാ വാള്? അല്ലദീന ഇദാ റുഊ ദുഃഖിറല്ലേ, അല്ലദീന ഇദാ റുഊ ദുഃഖിറൂ, അല്ലദീന ഇദാ ദുഃഖിറൂ ഇദാ റുഊ ദുഃഖിറല്ലാഹ്. അതാണ്. കണ്ടാൽ കണ്ട മാത്രയിൽ കാണി അല്ലാഹ് എന്ന ബോധത്തിലേക്ക് വരും. വാള് പറയണ്ട. മഹാനായ ഹാജാതങ്ങൾ അജ്മീറിൽ വന്നപ്പോൾ ഹാജാതങ്ങളെ ദൂരേന്ന് കണ്ടപ്പോഴേക്ക് ഹാജാതങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ശാന്തിദേവ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. വാള് പറഞ്ഞിട്ടില്ല. അഹമ്മദ് ഹംബലിൻ്റെ ജനാസ വീട്ടിൽ നിന്ന് എടുത്തു, മയ്യത്ത് ഒളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് ജനാസ എടുത്തു. അഹമ്മദ് ഹംബൽ 10 ലക്ഷം ഹദീസും അനുപ്പാടുള്ള ആളല്ലേ. പ്രക്ഷോഭകാരികൾ ജയിലിൽ കൊണ്ടുപോയിട്ട് അടിച്ചില്ലേ, തലയെക്കെട്ട് ഊരി വീണില്ലേ, തലയെക്കെട്ട് ഊരി വീണ് പിന്നെ അടിച്ചു, തുണിയാണ്ട് അയ്യാൻ തുടങ്ങി. അപ്പം മേൽക്ക് കണ്ണാണ്ട് പോയി, എൻ്റെ ഔറത്ത് കാണിക്കല്ലോ റബ്ബേ എന്ന് പറഞ്ഞു. തുണി അവിടാണ്ട് നിന്ന്
അടിച്ചിട്ട് പുറം പൊളിഞ്ഞ് രക്തം കണ്ട് പമ്പ് ചെയ്തു. 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള മഹാനാണ്. ജയിലിൽ ഇങ്ങനെ കിടക്കണ രാത്രി മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അപ്പുറത്തുണ്ട് ഉസ്താദ് മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തെറ്റും. തൻ്റെ പ്രിയങ്കരനായ ശിഷ്യനെ അക്രമകാരികൾ അടിച്ചുകൊണ്ട് ശരീരം പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്ത് അതിൽ കിടക്കുന്ന സമയത്ത് ഉസ്താദ് കിനാവ് കാണുന്നു. മുഹമ്മദ് മുസ്തഫ അൽ ഹസൻ ثم الحسين للنبي ريحانتان فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه الله 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 صلى الله على محمد. ഉറക്ക ആണുങ്ങൾ ഉറക്ക സലാത്തല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ പ്രിയങ്കരനായ ശിഷ്യന് മർദ്ദന തണ്ടന താടന പീഡനത്തിന് പാത്രീഭവിച്ച് പാതിരാവിൻ്റെ ഉള്ളറയിൽ രക്തത്തിൽ കുളിച്ച് ജയിലറയിൽ കിടക്കുന്ന സമയത്ത് പ്രിയങ്കരനായ ഉസ്താദ് കിനാവ് കാണുകയാണ്. ആരെയാണ് കിനാവ് കാണുന്നതെന്നറിയുമോ? കടലിൻ്റെയും കരയുടെയും ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും പ്രതാപമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശമായ പ്രാരംഭമായ അവലംബമായ ആരംഭമായ ആരവമായ അനുഗ്രഹമായ വിജ്ഞാനത്തിൻ്റെ കേദാരമായ അലിവിൻ്റെ പ്രതീകമായ അറിവിൻ്റെ മനുഷ്യരൂപമായ കാരുണ്യത്തിൻ്റെ കടലായ സ്നേഹത്തിൻ്റെ സാഗരമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ പ്രിയങ്കരനായ ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് കിനാവ് കാണുകയാണ്. ഷാഫി ഇമാമിനോട് മുത്ത് മുസ്തഫ പറയുകയാണ്, അല്ലയോ മുഹമ്മദിന് ഇദ്രീസ് ഷാഫി, അങ്ങയുടെ ശിഷ്യനോട് പറയണോ ദുനിയാവിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, പരലോകത്ത് എൻ്റെ ശഫാഅത്തുണ്ടെന്ന് പറയണേ. എന്തൊരു ഭാഗ്യം, അടി കിട്ടിയാൽ എന്താ അല്ലേ? ഇങ്ങനെ തന്നെയാണ് ദുന്യാവ് എന്ന് പറയണം. ദുന്യാവ് വല്ലുഹ വല്ലേലിയാണ്. വല്ലുഹ ചില മഹാന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം വല്ലുഹ ദുഃഖം തന്നെയാണ് സത്യം, വല്ലുഹ സന്തോഷം തന്നെയാണ് സത്യം, വല്ലേലി ദുഃഖം തന്നെയാണ് സത്യം എന്നാണ്. സന്തോഷത്തിന് പറഞ്ഞപ്പോൾ വന്നഹാരി വല്ലേലി എന്ന് പറഞ്ഞില്ല, നഹാറിൽ നിന്നൊരു പീസ് എടുത്ത് വല്ലുഹ. കാരണം ലുഹ പ്രകാശമാണ്, പ്രകാശം സന്തോഷത്തിന് മേലറിയിക്കുകയാണ്. അപ്പോൾ ദുനിയാവിൽ സന്തോഷം കുറവും വല്ലേലി മുഴുവെടുത്ത് ദുഃഖം കൂടുതലായിരിക്കുന്നതാണ്. അത് ഏത് ഈമാനുള്ളവർക്കും അങ്ങനെ ആയിരിക്കും. ഒന്നിലെ വ്യക്തിപരമായ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നം, അല്ലെങ്കിൽ രോഗങ്ങൾ, എന്തെങ്കിലുമായിട്ട് നമ്മൾ വലിയ സുഖമുണ്ട് എന്ന് കരുതി പോണ ആളോട് ചോദിച്ചാലും ദുഃഖം ഉണ്ടാവും, എന്തെങ്കിലും ദുഃഖം ഉണ്ടാവും. ഇവിടെ അടുത്ത് വാള് കഴിഞ്ഞു, അന്ന് വാള് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. വലിയൊരു കൊട്ടാരം, നല്ല കതിർ കുപ്പായൊക്കെ ഇട്ട് റാഡോ വാച്ചൊക്കെ കിട്ടിയിട്ടൊരു മനുഷ്യൻ്റെ വീട്, 3-4 വണ്ടിയുണ്ട് പുറത്ത്, നല്ല കൊട്ടാരം. സോഫയിലൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഇരുന്നപ്പോൾ സോഫ കൊണ്ട് താന്നു, ഞാൻ മേപ്പിട്ടു. ആ സ്പോഞ്ച് നല്ല സ്പ്രിങ് ആക്ഷനുള്ള സോഫ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നി ഈ ഒരു പഞ്ചായത്തിലെ ഏറ്റവും സുഖമുള്ള ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ ഇയാളായിരിക്കും എന്നിങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് ഇങ്ങനെയാണ്ട് മുട്ടിയിട്ട് പറഞ്ഞു, അതിൻ്റെ ആശയിൽ പ്രത്യേകം എന്തോ ആർക്കണമെന്ന്. എന്തിയെന്ന് വെച്ചാൽ ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാറെടുത്താണ്. ഇവനിങ്ങനെ ഉണ്ടാതെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നോട് കൂടെ ഉള്ള ആൾ പറഞ്ഞെന്നു, ഉറങ്ങിയിട്ട് ദിവസങ്ങളായിക്കണേ, പണത്തിനൊരു പഞ്ഞമില്ല, 3-4 വണ്ടി മുറ്റത്ത് തന്നെ എടുക്കുന്നുണ്ട്, ഓരോ കുട്ടികൾക്കും വണ്ടിയാണ്. പിന്നെ എന്താ സംഗതി എന്നറിയോ? ഒരു മകൻ മുഖേന അള്ളാഹുത്തല്ല ഒരു പരീക്ഷണം കൊടുത്തു. പരീക്ഷണം ഏത് വഴിക്കോ കൂടി വരികയെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞ, ആൾക്ക് ഉംറക്ക് പോണ സമയത്ത് അയൽവാസി മൂപ്പരോട് പറഞ്ഞാലോ, ഉസ്താദ് നിങ്ങൾ ഉംറക്ക് പോയല്ലേ, നിങ്ങൾ കാബത്തിൻ്റെ കില്ലടിച്ച് ദ്വാരക്കുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. എന്തിന്? നിങ്ങൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ എൻ്റെ മോൻ മരിക്കണം. അങ്ങനെയുണ്ട്. ഉംറക്ക് പോണ ആളോട് അയൽവാസി ദ്വാരക്കാൻ വസിയത്ത് ചെയ്യാണ്,
15 ദിവസത്തെ ക്യാപ്പല്ല ഉണ്ടാകുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു 15 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ഞാൻ തട്ടിപ്പോകണം, അല്ലെങ്കിൽ മോൻ പഞ്ചറാകണം, രണ്ടാലൊന്നും. കാരണം എന്താ അറിയോ? മോൻ്റെ മൊബൈൽ ഒന്ന് വാങ്ങിയിട്ട് നോക്കിയതാണ്, വേറെ ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇപ്പം അടുത്ത് ഗൾഫിൽ ഒരാൾ അറ്റാക്ക് പിടിച്ച് വീണു. നാട്ടിൽ നിന്ന് മോൻ്റെ മൊബൈലിൽ വീഡിയോ അയച്ചു കൊടുത്താണ് വാപ്പാക്ക്, സ്കൂളിലെ മാഷ്. മോൻ്റെ മൊബൈൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴേ ഉമ്മ കുളിക്കണതും പെങ്ങൾ മൂത്രമൊഴിക്കണമൊക്കെ അതിലുണ്ട്. ഇപ്പം ക്യാമറ കൊണ്ടുവച്ചാണ്. എന്നിട്ട് ഇവൻ സുഹൃത്തുക്കൾക്ക് വിറ്റിട്ട് പൈസ വാങ്ങിയിട്ട് MDMA നടക്കുകയാണ്. പാപ്പിമ്മ ഒന്നും അറിയില്ല. എന്നാൽ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയൊക്കെ എത്തണുണ്ട്. അതാണ് ഇപ്പോഴത്തെ ലഹരി. ഇപ്പോഴത്തെ ലഹരി ആടലും പാടലും ഒന്നുമില്ല. ഇപ്പോഴത്തെ ലഹരി പുതിയാപ്പിളായിട്ട് ഇരിക്കണ ലഹരിയാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് വീട്ടിൽ ചിരിക്കാത്ത കുട്ടികളെങ്ങാനും ചിരി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാല് കേട്ട് നന്നായി ചിരിക്കാൻ തോന്നണ്ടോ എന്ന് പരിശോധിച്ചാളി. തീരെ ചിരിക്കാത്ത കുട്ടി പിന്നെ എല്ലാവരും കാണുമ്പോൾ അസ്സലാമു അലൈക്കും, സുഖല്ലേ എന്ന് കേട്ടാൽ നിങ്ങൾ വാല് കേട്ട് നന്നായതാന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കരുത്. ആ സലാം ഒരു പക്ഷേ MDMA തള്ളലായിരിക്കും. നല്ല ചിരിച്ചിരുന്ന കുട്ടി ചിരിക്കാതിരിക്കുകയാണെങ്കിലും നമുക്ക് സംശയം വേണം. നല്ലോണം ചിരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് സ്റ്റക്കായി, കുട്ടിക്ക് ഇപ്പോൾ തക്കവാണ്ട് അടിച്ച് കയറിയിട്ടേ ഇപ്പം മുണ്ടാട്ടമില്ലേ, ചിരിയില്ല എന്ന് മനസ്സിലാക്കരുത്. അതൊക്കെ മുമ്പ്. ഇപ്പത് ഏത് ക്വാളിറ്റിയിലാണ് ഈ മൗനിയായതെന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനത്തെ എല്ലാ ലഹരികളും വിപണിയിൽ തകൃതിയിൽ നടക്കുകയാണ്. ഓമന മക്കളെ കഴുകന്മാർ വേട്ടയാടുകയാണ്. നമ്മളെ മക്കളെ ഇറച്ചി കഷ്ണം പോലെ ഇട്ട് കൊടുക്കുകയാണ്. കേരളക്കരയിൽ പല കോളേജുകളിലും ഹോസ്റ്റലിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രാത്രി ഒരുമിച്ച് ഒരേ കട്ടിലിൽ കിടക്കാനുള്ള സൗകര്യമുണ്ട് കേരളക്കരയിൽ. പ്രിൻസിപ്പളിന് വിരോധമില്ല. പ്രിൻസിപ്പളോട് പറയും, സാറേ സഫിയായിട്ട് പറയും, ഞാൻ അബൂക്കറിൻ്റെ റൂമിലേക്കാണെന്ന് പോണത്. അപ്പോൾ പ്രിൻസിപ്പൾ രാവിലെ ക്ലാസ് കട്ട് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് 2 ആൾ എത്തണമെന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല. മലയാളക്കരയിൽ ഇവിടെയൊക്കെ പഠിക്കണതേ നിസ്കാരത്താകുമ്പോൾ ആജയമാരെ മക്കളാണ്. കാരണം നമ്മൾ പരസ്യം നോക്കിയിട്ട് കൊണ്ടുപോയി ചേർക്കുകയാണ്. എല്ലാം കൂടി പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിന്ന് രാത്രി ഉറങ്ങൂല. അതുകൊണ്ട് സാസിൽ ഞാൻ ആർക്കും അറ്റാക്ക് ഉണ്ടാക്കണില്ല. പക്ഷെ കുട്ടികളൊക്കെ മാർക്കുൽപാദന യന്ത്രങ്ങളാക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കാണിക്കയായിട്ട് പ്രദർശിപ്പിക്കുന്ന സമയത്തും വഖഫിൻ്റെ സ്വത്തായിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് അധികാരമില്ലല്ലോ, ആണ് കൊടുക്കല്ലേ. കൊടുക്കുന്ന സമയത്തും ചിന്തിക്കണം, ഇവരെ കൊണ്ട് നാളെ വരാൻ പോകുന്ന ബലാ എത്രയായിരിക്കും. ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉറക്കം പോവും, വല്ലിപ്പാൻ്റെ ഹാർട്ട് പോവും, എളാപ്പാൻ്റെ മാനം പോവും, അമ്മായിമ്മാൻ്റെ തലച്ചോറ് പോകും, ഭാര്യ ചാടിപ്പോകും. മര്യാദക്ക് സുരക്ഷിതമായി ഉറപ്പിൽ ഏത് മോളെയാണ് ഇപ്പോൾ ധൈര്യത്തിൽ കെട്ടിച്ചേക്കാൻ പറ്റുന്നത്? മൊബൈൽ കൊണ്ടുള്ള കളി അങ്ങനെയായി. നല്ലൊരു മരോള് എന്നുള്ളക്ക് ഏത് വീട്ടിൽ നിന്നാണ് ഉറപ്പുള്ളൊരു പെൺകുട്ടിനെ ഇപ്പോൾ കിട്ടാനുള്ളത്? മൊക്കനിട്ട് നടക്കും, പക്ഷെ പെട്ടെന്ന് കാണാൻ ചാടിപ്പോണം. ആരെ കൂടെ? കൃഷ്ണൻ്റെ കൂടെ. ഇപ്പം അടുത്ത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പോക്കണൊരു പെൺകുട്ടി ചാടിപ്പോയത് കോയമ്പത്തൂർ 83 ബൈക്ക് മലയാളക്കരയിൽ നിന്ന് മോഷ്ടിച്ച ഒരു റൗഡി സംഘത്തിൻ്റെ തലവൻ്റെ കൂടെയാണ്. തിങ്കളും വ്യാഴം സുന്നത്തോമ്പ് എടുക്കുന്ന ആൾ ചാടിപ്പോയത് പെൺകുട്ടി. കാരണം എന്താ? എന്നാൽ അങ്ങനെ ചില പ്രാക്ടീസൊക്കെ ഉണ്ട്. ചില ഡയലോഗ്, ചില നോട്ടം, ചില മാടി വിളിക്കൽ, ചില ചിരി. അതിൽ വീഴാത്ത കുട്ടികളുണ്ടാവില്ല. അപ്പുറത്ത് ആരാ നോക്കൂല. അതാണ് ലോകം, അതാണ് കാലം. വിചിത്രമാണ്, ഭീകരമാണ്. കാലം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ദിക്ർ ഹൽക്ക വേണോ, സ്വലാത്ത് വേണോ, ആലിമീങ്ങളുമായിട്ട് ബന്ധം വേണോ, സൂഫിയാക്കളെടുത്ത് കുട്ടികളെ കൊണ്ടുപോകണോ, ഒക്കെ ചിന്തിച്ചോളി. ചിന്തിച്ച് മനസ്സിലാക്കാനാണ് സാസ്. മാറ്റർ പറഞ്ഞ് തീർക്കാനുള്ളതല്ല. ദീർഘമായി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ദിക്ർ കൊണ്ട് ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ അസുഖങ്ങൾ മാറണം. പക്ഷെ ആത്യന്തിക ലക്ഷ്യം അസുഖങ്ങൾ മാറലല്ല, മറിച്ചോ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ